According to the shell model, the total angular momentum in units h cut and the parity of the ground state. ലിഥിയത്തിൻ്റെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവൻ്റെ സ്പിന്നും പാരിറ്റിയും എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഉദ്ദേശിക്കുന്നത് ജെൻ്റെ വാല്യൂയും അതുപോലെ പാരിറ്റിയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലിഥിയം 37 ആണ്. അതായത് ആറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് തന്നെ ഓടാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ A-Z എന്ന് പറഞ്ഞ ഫോർമുല ചെയ്യും. അപ്പോൾ 7 - 3 എന്ന് പറയുമ്പോൾ നമുക്ക് 4 കിട്ടി. ആ 4 എന്ന് പറഞ്ഞത് ന്യൂട്രോൺസിൻ്റെ നമ്പറാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതെഴുതി പ്രോട്ടോൺ നമ്മൾ സാധാരണ എഴുതാറുള്ള ആ സാധനം SP PD SD FP FP PG അങ്ങനെയാണ് എഴുതാറുള്ളത്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളുടെ അടുത്ത് 3 ആൾക്കാരേ ഉള്ളൂ, 3 നമ്പർ ഓഫ് പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ 2 ആൾക്കാരിൽ തന്നെ അത് തികയും. 1s 1/2 1p 3/2 വേണമെങ്കിൽ 4 നമ്മൾ തൽക്കാലം എഴുതി വയ്ക്കണം. എസ്സിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്യുപ്പൻസി 2 ആണ്. പിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1p ആദ്യത്തിലെ ഒക്യുപ്പൻസി 4 ആണ്, രണ്ടാമത്തിലെ ഒക്യുപ്പൻസി 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തിലെ 2 ഒക്യുപ്പൈ ചെയ്തു, ബാക്കിയുള്ളതിൽ നമ്മൾ ഇനി ഒരാൾ കൂടി ഒക്യുപ്പൈ ചെയ്യാനുള്ളത്. പിയിൽ ഒക്യുപ്പൈ ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര എണ്ണം കിട്ടി? 3 എണ്ണം കിട്ടി. ഇനി നമ്മളിപ്പോൾ ഇവനെ എടുത്തു 1p 3/2 എടുത്തു. ഇവൻ്റെ വാല്യൂ ആണ് നമുക്ക് J ആയിരിക്കുക, ജെൻ്റെ വാല്യൂ. അപ്പോൾ ജെൻ്റെ വാല്യൂ എത്ര കിട്ടി? നമുക്ക് 3/2 കിട്ടി. അതുപോലെ തന്നെ P ആണ്. P എന്ന് പറയുന്നത് എന്താ? SP. P എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലിൻ്റെ വാല്യൂ Pൻ്റെ വാല്യൂ 1 ആണ് വരിക. അപ്പോൾ -1 എന്ന് കൊടുത്തു. അതായത് -1 ആണ് കിട്ടി. അതായത് നെഗറ്റീവ് പാരിറ്റിയാണ്. അപ്പോൾ ഉത്തരം വരാം നമുക്ക് 3/2 ആണ് ഇത് വരാം. പാരിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് വരാം.